Hello friends, ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ഡിസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളും ആണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ് ഈ ഡിസേർട്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികളെയൊക്കെ കഴിപ്പിക്കാനായിട്ട് ഇങ്ങനെയൊന്ന് കൊടുത്തു നോക്കാൻ വേണമെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡിസേർട്ടാണ്. തൈരും കുറച്ച് ഫ്രൂട്ട്സും കയ്യിലുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് തന്നെ ഒരു മീലായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ എക്സ്ട്രാ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വീറ്റ്നറോ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ സ്വീറ്റ്നസ് അധികം ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് സ്വീറ്റ്നസ് കൂടുതൽ വേണ്ടവർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്കിതിലേക്കുള്ള ഗ്രാനുല ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഞാൻ മുമ്പ് പല എപ്പിസോഡുകളിലും കാണിച്ചിട്ടുണ്ട് ഗ്രാനുല. ഇത് കുറച്ച് സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കണേ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ ബദാം ചേർത്ത് കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാനുലേ വേണ്ടി വരുള്ളൂ. ഒന്ന് ചെറുതായിട്ട് മൂക്കാൻ തുടങ്ങട്ടെ. ഇതിപ്പോൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. എള്ളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി മത്തങ്ങയുടെ കുരു അങ്ങനത്തെ സീഡ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് എള്ള് പൊട്ടി തുടങ്ങും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കോക്കനട്ട് ഫ്ലേക്സ് ആണ്. അത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഓട്സ് ആണ്. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് മതിയെങ്കിൽ 1/2 കപ്പ് യൂസ് ചെയ്താലും മതി. നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് വളരെ കുറവ് മാത്രമേ വേണ്ടി വരുള്ളൂ. ഞാനിത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ റെഗുലർ ഓട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റോൾഡ് ഓട്സ് ആണ് കുറച്ചും കൂടി നല്ലത്. ഞാൻ സാധാരണ റോൾഡ് ഓട്സ് ഓൺലൈനിൽ നിന്ന് ആമസോണിൽ വാങ്ങാറ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട് റെഗുലർ യൂസ് ചെയ്തതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ഓട്സ് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ആയിട്ട് വരണം. കോക്കനട്ട് ആഡ് ചെയ്തതുകൊണ്ട് അത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഓട്സിൻ്റെ ആ മൂത്ത ഒരു സ്മെല്ലൊക്കെ ഒന്ന് വരണം. റോസ്റ്റായി വന്നിട്ടുണ്ട്. കളറും കുറച്ച് മാറി വന്നു. ഇനി ഇതിലേക്ക് മധുരം വേണ്ടവർക്ക് ചേർക്കാം. ഇപ്പോൾ ഹണി വേണമെങ്കിൽ ചേർക്കാം. നല്ല തരം ഹണി ഉണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കരപ്പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കണേ. 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. മധുരം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. പലതരത്തിൽ ചെയ്യാം കേട്ടോ. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ശർക്കര നന്നായി അലിയിച്ചിട്ട് അതിലേക്ക് ഓട്സ് ഇടുന്നതും ചെയ്യാം. അപ്പോൾ ഇത് പൊടി ആയതുകൊണ്ട് നമുക്കിതിലേക്ക് മിക്സായി വരാൻ കുറച്ചും കൂടി സിമ്പിളാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പം നമ്മുടെ ഗ്രാനുല റെഡിയായി. ഞാനിതിനെ ഓഫ് ചെയ്യാണ്. ഗ്രാനുല നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അസംബ്ലിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് തൈര് വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെ മതി. കുറച്ച് കട്ട തൈരാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. മോരാണെങ്കിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. തൈരാണ് നല്ലത്. ഇനി വേണ്ടത് കപ്പലണ്ടി. വറുത്ത് വെച്ച കപ്പലണ്ടി തൊലി കളഞ്ഞ് വെച്ചതാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർക്കണ്ട. ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ചേർക്കുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്യാം. മാങ്ങ മാത്രമാണ് ഉള്ളത് മാങ്ങ വെച്ചിട്ടും ചെയ്യാം. എൻ്റെ കയ്യിൽ പോമഗ്രാനൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാനൊരു പോമഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്ങ
പഴുത്ത മാങ്ങ ഒരെണ്ണുണ്ട് കട്ട് ചെയ്ത് വെച്ചത്. വാട്ടർ കണ്ടൻറ്റ് അധികമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്, അതായത് വാട്ടർ മെലൺ പോലെയുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടിയും സമയം ഇരിക്കും തോറും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് വാട്ടർ കണ്ടൻറ്റിൽ അധികമുള്ളത് ചേർക്കാതിരിക്കാം. ആപ്പിൾ വേണമെങ്കിൽ ചേർക്കാൻ കുഴപ്പമില്ല. ഇനി എൻ്റെ കയ്യിൽ പഴം ഇരിക്കുന്നുണ്ട്, നന്നായി കറുത്ത പഴമാണ്, ഇതിന് കഴിക്കില്ല ആരും, അപ്പോൾ ഇതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വീട്ടിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ അത് വെച്ചിട്ടും ലെയർ ചെയ്തെടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇതിന് എങ്ങനെയാണ് ലെയർ ചെയ്യാമെന്ന് നോക്കാം. ലെയർ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അടിഭാഗം ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് പോമഗ്രാനൈറ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മളിത് ശരിക്കും ലെയർ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളാണെയും കഴിപ്പിക്കാൻ ഇങ്ങനെയൊന്ന് കൊടുത്തു നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയിൽ ഹണി ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് ലെയർ ചെയ്യുക, ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. ഗ്രാനുല ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത്. നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമ്മളത് ചേർക്കാനായിട്ട്. അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കപ്പലണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ച് എത്ര വേണം എന്നുള്ളത് അനുസരിച്ചിട്ടാണ് അങ്ങനെ ലെയർ ചെയ്ത് കൊണ്ടുവരിക. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ 1 സ്പൂൺ ഗ്രാനുല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി. കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. ഗ്രാനുല ഉണ്ടാക്കാനുള്ള ആ ഒരു ടൈം മാത്രമേ വേണ്ടൂ. ഒരു നേരത്തേക്കുള്ള മീലായിട്ട് വേണമെങ്കിൽ ഇത് കഴിക്കാം. നമ്മുടെ കേർഡും ഫ്രൂട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.